അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടികളോടെ കട്ടപ്പന നഗരസഭയിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡ്രീം ഡിഫൈൻ ഇന്റീരിയേഴ്സ്, ഓപ്പോസിറ്റ് യാക്കോബൈറ്റ് ചർച്ച്, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കട്ടപ്പന. മർച്ചന്റ് അസോസിയേഷൻ ബിൽഡിംഗ്, രാജകുമാരി. CR ആർക്കേഡ്, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ, കുമളി റോഡ്, കമ്പം. ഓപ്പോസിറ്റ് കളക്ടർ ഓഫീസ്, തേനി. കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ സർക്കാർ മാതൃക ഹോമിയോ ഡിസ്പെൻസറിയുടെയും ആയുർവേദ ഡിസ്പെൻസറിയുടെയും സഹകരണത്തോടെയാണ് 10ാം അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചത്. വെള്ളയാങ്കുടി അസീസി സ്പെഷ്യൽ സ്കൂൾ, വള്ളക്കടവ് സ്നേഹസദൻ സ്പെഷ്യൽ സ്കൂൾ എന്നിവിടങ്ങളിലെ കുട്ടികൾ അവതരിപ്പിച്ച പ്രത്യേക യോഗാദിന പരിപാടികളോടെയാണ് ദിനാചരണം നടന്നത്. ശ്വാസം വിട്ടോണ്ട് താഴേക്ക് വന്ന് ശ്വാസം എടുത്തോണ്ട് കൈകൾ മേളിലേക്ക് പൊക്കിക്കോ. ശ്വാസം വിട്ടോണ്ട് കാലിൽ അത് പിടിച്ചിട്ട് മൂക്കോണ്ട് മുട്ടിൽ പൊട്ടിക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കോ. അത് തന്നെ കേട്ടോ. രാജ്കുമാർ ചെയ്യുന്നുണ്ടോ അതുപോലെ ചെയ്യാം. ശ്വാസം വിട്ടോണ്ട് കാലിൽ. കട്ടപ്പന നഗരസഭാ അധ്യക്ഷ ബീന ടോമി പരിപാടി ഉദ്ഘാടനം ചെയ്തു. അവർ എല്ലാവർക്കും ഒത്തിരി നന്ദി അർപ്പിച്ചുകൊണ്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന സിസ്റ്റേഴ്സിന് എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ടും ഈ ഒരു കാര്യം ദൈവാനുഗ്രഹത്താൽ അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ഹോമിയോ DMO ഡോക്ടർ വിനീത പുഷ്കരൻ യോഗയുടെ പ്രസക്തിയെക്കുറിച്ച് വിശദീകരിച്ചു. നമുക്കറിയാം, യോഗയുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഒരു ജീവിതചര്യയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് തന്നെ. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ യോഗയുടെ പ്രാധാന്യം എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. നമ്മൾ മാനസിക ശാരീരിക രോഗങ്ങൾക്കായിട്ട് ഒരു ഡോക്ടറെ ചെല്ലുമ്പോൾ ഡോക്ടർ പറയുന്നത് മരുന്ന് കൊണ്ട് മാത്രം പറ്റില്ല, നിങ്ങൾ ഒരു സ്ട്രെസ് കുറയ്ക്കുക, യോഗയോ വ്യായാമ മുറകളോ എന്തെങ്കിലും കൃത്യമായിട്ട് അഭ്യസിക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, ഈ ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നുള്ളതാണ്. സ്വയം ആരോഗ്യം നേടുന്നതിലൂടെ ഒരു മാനസിക ശാരീരിക സന്തുലിത കൈവരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ ആ ഒരു മാറ്റം അനുഭവപ്പെടും. പല കുടുംബങ്ങൾ ചേരുന്നതാണ് ഒരു സമൂഹം. അപ്പോൾ ആ ഒരു വ്യത്യാസം ആ സമൂഹത്തിനും ഉണ്ടാകും എന്നുള്ളതാണ് ഈ വർഷത്തെ തീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നാഷണൽ ആയുഷ് മിഷൻ ഒട്ടനവധി പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. സെമിനാറുകളായാലും വർക്ക്ഷോപ്പുകളായാലും മത്സര പരിപാടികളെല്ലാം ഈ ദിവസം സംഘടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളിന്ന് എടുത്തു പറയേണ്ടത് നമ്മുടെ ഹോമിയോ ആയുർവേദ ഡിസ്പെൻസറികളെല്ലാം തന്നെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുകളാക്കി മാറ്റുകയും അവിടെ ഒരു യോഗ ട്രെയിനറുടെ സേവനം പ്രത്യേകിച്ച് കൊടുത്തുകൊണ്ട് രോഗികളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വളരെയധികം ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട്. നാഷണൽ ആയുർവേദ മിഷൻ DPM ഡോക്ടർ ശ്രീദർശൻ KS യോഗാദിന സന്ദേശം നൽകി. യോഗ ഇൻസ്ട്രക്ടർ KK സുരേഷ് യോഗ പരിശീലനത്തിന് നേതൃത്വം നൽകി. യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ കൃഷ്ണപ്രിയ PS ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. നഗരസഭ മുൻ ചെയർമാൻ ജോയി വെട്ടിക്കുഴി അധ്യക്ഷത വഹിച്ചു. നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി, സിജു ചക്കുമൂട്ടിൽ, ജോയി ആനിത്തോട്ടം, തങ്കച്ചൻ പുരയിടം, ലീലാമ ബേബി, രജിത രമേശ്, ധന്യ അനിൽ, CDS ചെയർപേഴ്സൺമാരായ രത്നമ്മ സുരേന്ദ്രൻ, ഷൈനി ജിജി, മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ സന്ദീപ് കരുൺ, ഡോക്ടർ ഫെമി പോൾ, ഡോക്ടർ രഞ്ജുഷ മാത്യു, മൾട്ടിപർപ്പസ് വർക്കർ അനു ഈപ്പൻ, സിസ്റ്റർ അൻസീന, സിസ്റ്റർ ജെസി മരിയ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. അതെ, വീടിന്റെ പ്ലാൻ മുഴുവൻ നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടു തന്നു. ഇന്റീരിയർ അത് ഞാൻ ആരെയും കൈകടത്താൻ സമ്മതിക്കത്തില്ല കേട്ടോ. ഇന്റീരിയറാ ഒരു വീടിന്റെ ജീവൻ എന്ന് പറയുന്നത്. അതുമല്ലോ നിനക്കറിയൂ. എന്റെ പപ്പ മമ്മി ഇന്റീരിയർ ഡിസൈൻസിനെ കുറിച്ച് വലിയ ഗവേഷണമൊക്കെ നടത്തി ഏറ്റവും നല്ല ഗ്രൂപ്പിനെ തന്നെയാ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഗവേഷണോ? അതെന്തിനാ മമ്മി? നിങ്ങളെ ഡ്രീം ഡിഫൈൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഡ്രീം ഡിഫൈൻ എന്ന് കേട്ടിട്ടുണ്ടോന്നോ? അത് തന്നെ അല്ലായിരുന്നു എന്റെ മനസ്സിലും. വീടുകൾ, ഷോപ്പുകൾ, ആരാധനാലയങ്ങൾ, ഫാക്ടറികൾ, ഡിസ്പ്ലേ സെന്ററുകൾ, ഓഫീസ് റൂമുകൾ എന്നിവയുടെ ഇന്റീരിയർ വർക്കുകൾ ഫാക്ടറി ഫിനിഷിംഗിൽ ചെയ്തു നൽകുന്നു. ഡ്രീം ഡിഫൈൻ ഇന്റീരിയേഴ്സ്, ഓപ്പോസിറ്റ് യാക്കോബൈറ്റ് ചർച്ച്, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കട്ടപ്പന. മർച്ചന്റ് അസോസിയേഷൻ ബിൽഡിംഗ്, രാജകുമാരി. CR ആർക്കേഡ്, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ, കുമളി റോഡ്, കമ്പം. ഓപ്പോസിറ്റ് കളക്ടർ ഓഫീസ്, തേനി.